അതിനെവിടുന്നാടാ എന്റെ കയ്യില് കാശ്? അല്ല അപ്പൊ ആടും കോഴിയും തങ്ങളെ അത് ഞാൻ മൂച്ചിക്കാക്ക് കൊടുത്തടാ. സാരല്ലടാ, വേറെ എന്തെങ്കിലും വേണ്ട നോട്ടെ. നീ കിടന്നോ. അപ്പൊ ഇതിക്ക് എടാ, നിന്നെ ഇനി കാണുന്ന വിചാരിച്ചല്ലടാ. ഞാനും ഇവിടുന്നൊരു അത്യാവശ്യം വന്നോട്ടോ. നീ കിടന്നോന്നാ. ശരി. എടാ അപ്പൊ നിക്ക് നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൊണ്ടുവെക്കോ. ഈ സമയത്ത് ബാങ്ക തങ്ങളെ ഉസ്താദിന് സമയം തെറ്റിയതാ. 2:30 ബാങ്ക. ഈ നട്ടപ്പാതിലേക്ക് മുക്രിക്ക് ഭ്രാന്തായ. ഇതാരാ ഈ സമയത്ത്? ഉസ്താദാ? ആരുടെ ഈ നേരത്തെ ബാങ്ക്? ആരാണോ മുജിക്കണീറ്റ്? എന്താണ്ടാ? ഇല്ല, നീ വണ്ടി എടുക്ക്. കാശ് കിട്ടിയാ? ആടാ കിട്ടി. എടാ എന്താടാ? എടാ അറിഞ്ഞാണോ? അറിഞ്ഞാണാ? ആ ഫാത്തിയുടെ അരഞ്ഞാണം പോയി. ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യാ? എന്തിനാ നീ ബാങ്ക് വിളിച്ചേ? അല്ല, നമുക്ക് നമ്മുടെ ചായക്കടയിൽ ഇരുന്ന് ചർച്ച ചെയ്താ പോലെ. ഇയാടെ ഒരു ചായക്കട, എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്തവനെ വഷളാക്കി. ഏത് നേരം ഒരു പണിക്ക് പോകാതെ തങ്ങളെ വരെ നോക്കി പള്ളിയുടെ മുന്നിലാ. ഉസ്താദ് ഇവിടെ മാറി, ഇവരെ കൂടെ ഞാൻ പറയിക്കാം. എനിക്കൊരു കാര്യം പറയാനോ. ഇപ്പൊ മക്കത്ത് എത്രയായി സമയം? മക്കത്തോ? എന്തിനപ്പോ മക്കത്ത സമയം? അതൊക്കെ ഉണ്ട്. 12:30 നട്ടപ്പാതിര. എന്നാ കേട്ടോളി, ഈ ദുനിയാവിൽ എവിടെയോ ഇപ്പൊ സുബഹിയായിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആരും ഒന്നും ഉപദ്രവിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മുക്കർക്ക് സമാധാനമല്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട്. വട്ടന മുജിയ വേണ്ടേ? ഒന്നില്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് ആരെങ്കിലും ബാങ്ക് വിളിക്കുക. അത് തന്നെ പറഞ്ഞേ. ഞങ്ങൾ കുറെ നാളായി പായിയുടെ പുറയില. കുറേയേറെ സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. സത്യം? എന്ത് സത്യം? ഞാൻ പറയാം. ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത്. നോക്കുമ്പോ എന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും വിരിച്ച് എണീറ്റ് നിൽക്കുന്നു. എന്നൊരു തുണി എടുത്ത് കുടയലും എന്നെ ഒരു നോട്ടവും. ഞാൻ കിടുങ്ങിപ്പോയി. ആ കിടുങ്ങലില് കാക്കകളെല്ലാം പറന്നുപോയി. അങ്ങനെ ആ കാക്കവത്തിൽ നിന്ന് മനസ്സിലായ എന്റെ തങ്ങളെ. എടാ, ആ ബായിക്ക് നമ്മൾ പെരുമാനിത്തങ്ങൾ ഒരു ചായ ഇല്ലേ? തങ്ങളെ ഇതിനൊക്കെ പുറത്തു കൊടുക്കണേ. പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോണം. മനസ്സിലായോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം. മംഗള പതിന് കൂട്ടിക്കോ. നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കും. ഓ, ഞങ്ങൾക്ക് വിശ്വാസം. അതെ, ഇവിടെ നടക്കൂല, ഇവിടെ പാടില്ല. കേക്കണ്ട, പോയെങ്കിൽ എവിടെ നിങ്ങൾ തപ്പിക്കൊണ്ടു വന്നോ? അരഞ്ഞാണ് ആദ്യ രാത്രി തന്നെ എല്ലാം പൊളിയും. പതുക്കെ പറ. ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ എനിക്ക് കല്യാണം ഒന്ന് മുടക്കി തന്നാ മതി. പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്ന് നീ താഴെ നേരം വെളുത്ത് ഇവിടെ ഒന്ന് തപ്പി വെക്കാൻ മതി. സാധനം കിട്ടും. കിട്ടിയില്ലെങ്കിൽ നെയ്യെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടാലും വേണ്ട പകരം ഒരു അരഞ്ഞാണ് ഒപ്പിച്ച് തരാം.
അല്ലാതെ കല്യാണം മുടക്കൽ നടക്കൂല.